ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന പനീറില്ലേ, ചില്ലി പനീർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി കാണുമ്പോഴത്തേക്കും ഭയങ്കര പാടാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഭയങ്കര സിമ്പിളായ റെസിപ്പി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുണ്ട്. എത്ര കുക്കിംഗ് അറിയത്തില്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നിപ്പോൾ ഡിസംബർ 20 ഈ ഡിസംബർ മാസത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു. സാറിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ 1-2 റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചില്ലി പനീർ റെസിപ്പി തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ചില്ലി പനീർ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. റെസിപ്പി ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ 1/2 കിലോ പനീർ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ പനീർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പനീർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പനീറിനേക്കാളും ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള, ക്യാപ്സിക്കം പച്ച, മഞ്ഞ, ചുമപ്പ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പല കളർ ക്യാപ്സിക്കം കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. കിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ച മാത്രമേ കിട്ടിയുള്ളെങ്കിൽ അതായാലും മതി. പക്ഷേ ക്യാപ്സിക്കം ഒഴിവാക്കരുത്. സവാള ഇതുപോലെ സ്ക്വയറായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്യാപ്സിക്കവും ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അത് ആ കട്ട് ചെയ്യുന്നതിലും അതിനൊരു പെർഫെക്ഷൻ ഉണ്ട്. അതും ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പം എല്ലാം ക്യാപ്സിക്കൊക്കെ ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇതുപോലെ സ്ക്വയറായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ വെളുത്തുള്ളി വളരെ കുഞ്ഞുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത ശേഷം പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു കാരണവശാലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. കാരണം നോർത്ത് ഇന്ത്യൻ റെസിപ്പിയിലൊക്കെ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ പുറത്തെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, അടുത്തുനിന്ന് പോകാണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പനീറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സെയിം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിച്ച സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരണം. പിന്നെ നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ സവാള വഴറ്റിയെടുക്കേണ്ട, ഒരുപാട് ഇങ്ങനെ വെന്ത് വഴണ്ടു വരണ്ട. ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരും എരിവിനനുസരിച്ച് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാപ്സിക്കവും സവാളയും ഒന്നും വെന്ത് കുഴയരുത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ അതിൻ്റെ ആ ഒരു ഫ്രഷ് ഫ്ലേവർ നന്നായിട്ട് വരണം. ഈ ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെയൊക്കെ അത് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്താൽ മതി. കുറച്ച് ചില്ലി സോസും സോയാ സോസും കൂടെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു പൊടികളിലെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ലംസ് ഒന്നും ഇല്ലാതെ, കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ചൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ ചില്ലി പനീറിൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പനീർ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. വളരെ വളരെ കുറഞ്ഞ സമയത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ ചില്ലി പനീർ റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മല്ലിയില ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഞാൻ ഈ 2-3 ആഴ്ച കൂടി വീഡിയോ എടുക്കുന്നുണ്ട്. നാക്കിൽ വരുന്ന മൊത്തം നാക്കിന് ഉടക്കുക കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. അപ്പം നമ്മുടെ ചില്ലി പനീർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പം നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.